മഴ തോരും മുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗോവർദ്ധനൻ പുറത്ത് നിൽക്കണ്. അപ്പോൾ ആ ജോലിക്കാരൻ ഇങ്ങോട്ട് കാര്യസ്ഥൻ ആൾ വരുന്നുണ്ട്. എന്തെങ്കിലും പറഞ്ഞോ എന്നറിയും. ആ പറഞ്ഞ് എന്ത് പറഞ്ഞു, ഇപ്പോഴൊന്നും തീരില്ല എന്ന് തോന്നുന്നുണ്ട്, സംസാരിച്ചുകൊണ്ടിരിക്കണേ, ഒന്നും പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞേന്ന് പറയും. സത്യത്തിൽ അയാൾ നുണ പറഞ്ഞാണ്, അങ്ങനെ ഒരു സംഭവം തന്നെ ഉണ്ടായില്ല. അപ്പം ഇത് വല്ലാത്തൊരു കഷ്ടമായില്ല എന്നിങ്ങനെ പറയുന്നു. നിന്ന് മടുത്തു എന്നിങ്ങനെ ഗോവർദ്ധൻ പറയുന്നത്. അപ്പോൾ വേറൊരു ജോലിക്കാരൻ വന്ന് പറയും, നിങ്ങളെ കൂടെ വന്നത് ആരാ, എന്താ എന്താ പ്രശ്നം, ആളെന്തിനാ വന്നത് എന്ന് ചോദിക്കും. ആ എനിക്കറിയില്ല, അത് ബാലേട്ടൻ മാത്രമേ അറിയുള്ളൂ എന്ന് പറയും. ആ എന്തോ പ്രശ്നമുണ്ട്, കാരണം ആളിത് ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം കേണൽ സാറ് ഭയങ്കര ദേഷ്യത്തിലാണ്, വാലുമ തീ പിടിച്ച പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പായുന്നുണ്ടെന്ന് പറയും. ആ സമയം തന്നെ ബാലചന്ദ്രൻ പിന്നെ കാണിക്കുന്നത് ഗോവർദ്ധനൻ കാറിൽ കയറി എന്നാൽ പിന്നെ ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ എന്ന് പറഞ്ഞ് കാറിൽ കയറി കിടക്കും. അപ്പോൾ ബാലചന്ദ്രൻ ഇറങ്ങി വരും. എന്നിട്ട് ഗോവർദ്ധനെ വിളിക്കും. ഗോവർദ്ധ എന്ന് വിളിക്കുമ്പോൾ ആ ബാലേട്ടൻ വന്നോ എന്ന് പറയും. ഇതെന്ത് പോക്കണ്, ഇതെന്ത് കഥ, ഇതെന്ത് വീട്, ഇതെന്ത് ആൾക്കാർ, ആകപ്പാടൊരു അവലക്ഷണം പിടിച്ച പോലെ എന്ന് പറയും. അതൊക്കെ പറയാം, താൻ കാറിക്ക് താൻ വണ്ടി എടുക്കുമെന്ന് പറയും. അങ്ങനെ അവർ വണ്ടി എടുക്കും. അങ്ങനെ അവർ പോകണ്. വണ്ടി കുറേ ദൂരം എത്തി. അവ ചോദിക്കുന്നു, ബാലേട്ടാ ഇന്ന് കാണാൻ വന്ന ആൾ ബാലേട്ടൻ്റെ ആരാണെന്ന് ചോദിക്കും. അപ്പം പറയും എൻ്റെ ആരുമല്ല എന്ന് പറയും. പിന്നെ അതോ, അത് പറയാമെന്ന് പറയും. നമ്മളപ്പോൾ എന്തിനാണ് നീലഗിരിക്ക് പോയത്, എന്തിനാണ് കുളത്തൂപ്പുഴയ്ക്ക് വന്നത്, അങ്ങനെ 100,000 ചോദ്യങ്ങളൊക്കെയാണ് ഗോവർദ്ധനൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ എല്ലാം പറയാടോ, തനിക്ക് അറിയണമെന്ന് നിർബന്ധമുണ്ടോ, അറിഞ്ഞാൽ കൊള്ളാം എന്ന് പറയും. ബാലേട്ടനല്ലേ പറഞ്ഞത് എന്നോടെല്ലാം പറയാമെന്ന്, അറിഞ്ഞാൽ തൻ്റെ മനസ്സമാധാനം പോവും, എനിക്കിപ്പോൾ തന്നോട് പറഞ്ഞാൽ പറയുന്ന വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ എൻ്റെ വീട്ടിൽ ഇനി എന്തെല്ലാം പ്രശ്നങ്ങൾ സംഭവിക്കാൻ പോണ്, അതെന്താന്ന് ചോദിക്കും. അലീന പോകല്ലേടോ, അലീന എൻ്റെ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വീട്ടിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് തന്നെ ഊഹിക്കാൻ കഴിയില്ല. അങ്ങനെ പിന്നെ താൻ അറിഞ്ഞാൽ എന്ത്, അറിഞ്ഞില്ലെങ്കിൽ എന്തെന്ന് പറയും. എന്നാലും പറയും, നമ്മൾ ഇന്ന് വന്ന് കണ്ട ആരാണെന്ന് ചോദിക്കും. അതോ, അത് അലീനയുടെ അച്ഛൻ എന്ന് പറയും. അലീനയുടെ അച്ഛനോ, ബാലേട്ടൻ എന്ത് വർത്താനാണ് ഈ പറയണത്, ഇത്രയും സൗകര്യവും സ്വത്തൊക്കെ ഉള്ള അലീന എന്തിനാ പിന്നെ ഈ അച്ഛനുണ്ടായിട്ട് അനാഥാലയത്തിൽ കിടന്നത് എന്ന് ചോദിക്കും. അതവൾക്ക് അറിയില്ലടോ, അതവളുടെ അച്ഛനെന്നുള്ള കാര്യം അറിയില്ലേ, ബാലേട്ടൻ പറയണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല എന്ന് പറയും. എനിക്ക് ഞാനേ പറഞ്ഞുതരാം, ഇപ്പം തന്നെ പറയണോ അതോ പിന്നെ പറഞ്ഞാൽ മതിയോ എന്ന് ചോദിക്കും. പിന്നെ പറഞ്ഞാലും മതി എന്ന് പറയും. അതുപോലെ ഗോവർദ്ധനൻ നമ്മുടെ ഗോവർദ്ധൻ്റെ ഭാര്യനെ വിളിച്ച് ഇന്ന് എന്തായാലും വരാൻ വഴിയില്ല, ബാലേട്ടൻ എന്താ തീരുമാനിച്ചേക്കണമെന്നൊന്നും അറിയില്ല, കാത്തിരിക്കേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഗോവർദ്ധനൻ ഫോൺ വയ്ക്കുന്നത്. അപ്പോൾ ആ സമയത്ത് പിന്നെ കാണിക്കുന്നത് കുട്ടികളെ ഇനി അച്ഛൻ വന്നില്ലല്ലോ ഈ നേരമായിട്ടെന്ന് പറയും. അങ്ങനെ അലീന പറയും കൃഷ്ണമോളോട് വിളിക്കാൻ. അലീനയുടെ ഫോണിൽ നിന്ന് വിളിക്കും. അപ്പോൾ ബാലേട്ടൻ കണ്ണടച്ച് കിടക്കായിരിക്കും. ഗോവർദ്ധനം വിളിച്ചിട്ട് പറയും ബാലേട്ടൻ്റെ ഫോൺ ബെല്ലടിക്കണമെന്ന് പറയും. അങ്ങനെ എടുക്കും. ഓ അലീന ഉണ്ടോയെന്ന് പറയും. ആ എന്താ മോളെ അലീന എന്ന് ചോദിക്കും. അലീന മോളല്ല എന്നറിയും. ഓ ഇതെൻ്റെ പുന്നാര മോളായിരുന്നോ എന്ന് ചോദിക്കും. അതെ. അച്ഛനൊന്ന് വരുമോ എന്ന് ചോദിക്കും. ആ അച്ഛൻ്റെ അത് ഉറപ്പ് പറയാൻ പറ്റില്ല എന്നറിയും, ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നറിയും. അപ്പോൾ അലീന മേടിക്കും. അച്ഛാ അച്ഛൻ പോയ കാര്യം നടന്നു എന്ന് ചോദിക്കും. ആ നടന്നെന്നും പറയാം ഇല്ലയെന്നും പറയാമെന്ന് പറയും. അച്ഛന് മീറ്റിംഗ് കഴിഞ്ഞോ, ആ മീറ്റിംഗ് കഴിഞ്ഞ്. അച്ഛൻ കഴിച്ചോ എന്ന് ചോദിക്കും. കഴിച്ചിട്ടില്ല. ഇനി രാത്രി അച്ഛൻ ഇങ്ങോട്ട് വരുമോ, ഞങ്ങൾ ഗേറ്റ് അടയ്ക്കണോ എന്ന് ചോദിക്കും. ഒന്നും പറയാൻ പറ്റില്ല, ഞങ്ങളിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എവിടെയാണെന്ന് പോലും അറിയില്ല, ഇനി എപ്പോൾ എത്തുമെന്നും അറിയില്ല, അതുകൊണ്ട് എന്നെ കാത്തിരിക്കേണ്ടത് നിങ്ങൾ എന്ന് പറയും. എന്നാൽ പിന്നെ അച്ഛൻ എവിടെയെങ്കിലും ഒരു ഹോട്ടലിൽ റൂം എടുത്ത് തങ്ങ് നാളെ രാവിലെ വന്നാൽ മതി എന്ന് പറയും. ഓ ശരി, അതങ്ങനെ ആലോചിക്കാമെന്ന് പറയും. ഭക്ഷണവും കഴിക്കണോട്ടാന്ന് പറയും. ആ ഭക്ഷണവും കഴിക്കാമെന്ന് പറയും. എന്നാൽ ശരി വെച്ചോളാൻ പറയും. അങ്ങനെ വെക്കിന്. അങ്ങനെ ഗോവർദ്ധനോട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അലീന അലീനനെ കുറിച്ചിന് പറയുന്നത്. അപ്പോൾ അവൾ പോയി കഴിഞ്ഞാൽ എൻ്റെ വീട് ആകെ തരിപ്പണാവും, എന്തായാലും അവൾക്ക് പോവാണ്ട് നിവർത്തിയില്ലല്ലോ എന്നും പറയുന്നുണ്ട്. അതിനുശേഷം ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ അവർ വണ്ടി നിർത്തുമ്പോൾ ചോദിക്കുന്നുണ്ട്, എന്നാലും ബാലേട്ടാ അത് അലീനയുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിശ്വസിക്കടോ എന്ന് പറയും. വിശ്വസിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ബാലേട്ടൻ അതെങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കും. അതൊക്കെ ഞാൻ അറിഞ്ഞെന്ന് പറയും. അത് അലീനയുടെ അച്ഛൻ അതെന്നുള്ള കാര്യം അയാൾക്കറിയില്ലായിരുന്നു, അയാൾക്കും അലീനയ്ക്കും അറിയില്ല. പക്ഷേ നമ്മുടെ കൈതക്കൽ മാളിക വീട്ടിലെ കുഞ്ഞിരാമ മേനോനും മറ്റുള്ളവർക്കൊക്കെ അറിയാമെന്നറിയും. അങ്ങനെയാണോ എന്ന് ചോദിക്കും. ഇനിയൊക്കെ ഈ കാറിൽ തന്നെ ഇരുന്ന് പറയണോ, റൂം എടുത്തിട്ട് പറഞ്ഞാൽ മതിയോ എന്ന് ചോദിക്കും. ആ മതി എന്ന് പറയും. അങ്ങനെ റൂം എടുക്കും. പിന്നെ ഒരു ഫ്രഷ് ആവും. ഭക്ഷണം കഴിക്കണ്ടോ എന്ന് ചോദിക്കും. ബാലേട്ടൻ ഇത് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുക, ഇതറിഞ്ഞാൽ പിന്നെ നിൻ്റെ മനസ്സമാധാനത്തോടുകൂടി പോകൂട്ട ഗോവർദ്ധ പറയും. എൻ്റെ മനസ്സമാധാനം പോയാലും കുഴപ്പമില്ല, ബാലേട്ടൻ പറ എന്ന് പറയും. എന്നാൽ ശരി ഞാൻ പറയാമെന്ന് പറയും.
ഇങ്ങനെ ഒന്നും എനിക്ക് നിർബന്ധമൊന്നുമില്ല, ഞാൻ പറയാൻ തീരുമാനിച്ചെന്ന് പറയും. ആ ബാലേട്ടൻ പറയാന്ന് പറയും. അങ്ങനെ നിന്റെ മനസ്സമാധാനം പോയാൽ കുഴപ്പമില്ലാന്നാണ് നീ പറയണല്ലേന്ന് പറയും. അതെ. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ കാര്യം പറയണത് മൂന്നാമതൊരാളറിയരുത്, നമ്മ രണ്ടുപേരും മാത്രം അറിയാവൂ, സുലോചന പോലും അറിയരുതെന്ന് പറഞ്ഞ് കൈ ചൂണ്ടും. ഇല്ലേ ബാലേട്ടാ, ബാലേട്ടൻ അലീനയ്ക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നതും മോടി കിടക്കണതും കണ്ടപ്പോൾ ഞാൻ വിഷമം കൊണ്ട് ചോദിച്ചതാ. ബാലേട്ടൻ്റെ ആരും അല്ലല്ലോ അലീന എന്ന് പറയും. എൻ്റെ ആരും അല്ലായിരിക്കാം, പക്ഷെ അവൾ എനിക്ക് വേണ്ടി ഓടിയ ഓട്ടം എന്തോരമുണ്ടെന്ന് നിനക്കറിയാലോ. എൻ്റെ വീടിന് വേണ്ടി അവൾ ചെയ്ത ത്യാഗങ്ങളൊക്കെ നിനക്കറിയാലോ ഗോവർദ്ധ. ഞാൻ എന്ത് ചെയ്താലും അവൾക്ക് അധികമാവില്ല. അതുകൊണ്ടാണ് എൻ്റെ ശത്രുവായ ആ മനുഷ്യൻ്റെ മുന്നിൽ ഞാൻ ചെന്ന് നിന്നത്. അലീനയുടെ അച്ഛൻ ബാലേട്ടൻ്റെ ശത്രു ആവണ എങ്ങനെയെന്ന് ചോദിക്കും. അതോ അതോ ഞാൻ പറയാന്ന് പറയും. അങ്ങനെ ഗോവർദ്ധനോട് ബാലചന്ദ്രൻ കഥകൾ മുഴുവൻ പറയുന്നില്ല. പക്ഷെ പൊട്ടനായ ഗോവർദ്ധനാണെങ്കിൽ ഒന്നും മനസ്സിലാവണമില്ല. അയാൾ പറയുന്നത്, വൈജ 2 വർഷം ആഗ്രയിൽ പോയി നിന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേന്ന് പറയും. ആ ഉവ്വ, നമ്മുടെ ഗംഗേട്ടൻ്റെ ഭാര്യ മാലതേടത്തിൻ്റെ പ്രസവത്തിൻ്റെ സമയത്ത് സഹായിക്കാൻ. അപ്പോൾ ഈ നമ്മുടെ സ്റ്റാൻലി ജോസഫിനെ അതായത് അലീനയുടെ അച്ഛനെ വൈജയന്തിക്ക് അറിയാമെന്ന് പറയും. ആണോ എന്ന് ചോദിക്കും. അതേ എന്ന് പറയും. വൈജയന്തി അവിടുന്ന് തിരിച്ചു പോരുമ്പോഴേ സ്റ്റാൻലി ജോസഫ് കൊടുത്തയച്ചാണ് ഈ കുഞ്ഞിനെ, അലീനനെ എന്ന് പറയും. വൈജയന്തിയുടെ കയ്യിൽ ചെറുപ്പത്തിൽ ഈ കുഞ്ഞിനെന്ന് പറയും. അതെന്തിനാ ചേച്ചിയുടെ കൈ കൊടുത്തയക്കിന്, അയാൾക്ക് നേരിട്ട് കൊണ്ട് കൊടുത്തൂടെ എവിടെയെന്ന് വെച്ചാലെന്ന് പറയും. ജനിച്ചിട്ടില്ലടോ, വയറ്റിലായിരുന്നു, പൂർണ്ണ ഗർഭിണി, വൈജയന്തിയുടെ വയറ്റിലെന്ന് പറയും. അതോടുകൂടി ഗോവർദ്ധന ആകെ ഞെട്ടും. ബാലേട്ടൻ എന്തീ പറയണേന്ന് ചോദിക്കും. എന്തേ, നിനക്ക് വിശ്വാസമായില്ലേന്ന് ചോദിക്കും. ഇല്ല, എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അപ്പോൾ ഏട്ടത്തിയാണോ അലീനയുടെ അമ്മ, അല്ല ഏച്ചിയാണോ അലീനയുടെ അമ്മ എന്ന് ചോദിക്കും. അതെ, അവളാണ് അലീനയുടെ അമ്മ. ഞാൻ ജന്മശത്രുവായി കണ്ട ആ മനുഷ്യനില്ലേ ഞാൻ പോയത്, അത് അവളുടെ അച്ഛനെന്ന് പറയും. ചേച്ചിക്ക് എന്നിട്ട് അറിയില്ലല്ലേ എന്ന് പറയും. സ്വന്തം മോളല്ലേ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതും ആട്ടിപ്പുറത്താക്കാൻ നോക്കണതും എന്ന് പറയും. അലീനയ്ക്ക് അറിയോ ചേട്ടാന്ന് ചോദിക്കും. അലീനയ്ക്കറിയാം. അലീന സ്വന്തം അമ്മനെയും കൂടെ പിറപ്പുകളെയും കാണാൻ വേണ്ടി തന്നെയാണ് ഈ വീട്ടിലേക്ക് ഹോം നേഴ്സായിട്ട് വന്നത്. എല്ലാം അറിഞ്ഞുകൊണ്ടാണ് അവൾ വന്നതെന്ന് പറയും. അങ്ങനെ ബാലചന്ദ്രൻ പറഞ്ഞ സങ്കടത്തോടെ പറയുന്നത്, എല്ലാവരും കൂടെ എന്നെ ചതിച്ചതാടോ. അപ്പം ബാലേട്ടന് കല്യാണത്തിന് മുന്നേ സത്യം അറിയായിരുന്നോ എന്ന് ചോദിക്കും. എവിടെന്ന്? അങ്ങനെ സത്യം അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവളുടെ കഴുത്തിൽ താലി ചാർത്തുമായിരുന്നോ? കൈതയ്ക്കൽ മാളിക വീട്ടിലെ കുഞ്ഞിരാമമേനോനും മറ്റെല്ലാവരും കൂടി എന്നെ ചതിച്ചതാടോ എന്ന് പറയും. ഇങ്ങനെ ഒരു പെണ്ണിനെ എൻ്റെ തലയിൽ കെട്ടി വെച്ചതെന്ന് പറയും. എന്നിട്ടിങ്ങനെ സങ്കടം വരും. അപ്പോൾ ഗോവർദ്ധന് ഭയങ്കര വിഷമാവും. ഗോവർദ്ധൻ ഇങ്ങനെ ആകെ വിഷമത്തോടെ നിൽക്കണം. പിന്നെ കാണിക്കുന്നത് അലീന വാതിൽ തുറന്നു വരുന്നതും ഗോവർദ്ധനൻ സങ്കടത്തോടെ അലീനനെ നോക്കണതൊക്കെ. പിന്നെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവള് ഇനി അലീന പോയി കഴിഞ്ഞാൽ എനിക്ക് വൈജയന്തി ആയിട്ടുള്ള ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിക്കണോടോ എന്ന് പറയും. എങ്ങനെ അവസാനിപ്പിക്കണം എന്നാണ് ബാലേട്ടൻ ഉദ്ദേശിക്കുന്നത്? അതൊക്കെ ഉണ്ട് എന്ന് പറയും. പിന്നെ അലീനനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് അവളല്ലേ, അലീനയാണ് എൻ്റെ പിടിവള്ളിയായതും. അതൊക്കെ അവൾ ആലോചിച്ച് ഉരുകി തീരണം. അതാണ് എൻ്റെ ആവശ്യം. അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ജന്മശത്രുവായി കാണേണ്ട ഒരാളുടെ മുന്നിലേക്ക് ഞാൻ ചെന്നത്. അവൾക്ക് വേണ്ടി കഴിഞ്ഞിട്ട് ഞാൻ അയാളുടെ കാല് പിടിക്കാൻ ചെന്നത് അതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഗോവർദ്ധനൻ അലീനനെ ഇങ്ങനെ സങ്കടത്തോടെ നോക്കി നിൽക്കുന്നത് ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.